രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. പാറശാലയ്ക്കടുത്ത് മരിയാപുരത്ത് ഒരു യുവാവിനെ നടുറോഡിലിട്ട് വെട്ടിക്കൊന്ന സംഭവത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഒരുപക്ഷെ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ കൊലപാതകമെന്ന് പലരും വിശേഷിപ്പിക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ഈ സംഭവത്തിന് അങ്ങനെ ഒരു നിറച്ചാർത്ത് നൽകുകയും ചെയ്യുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ എന്നതിനപ്പുറം വ്യക്തി വൈരാഗ്യത്തിൻ്റെ പരിണത ഫലമായി സംഭവിച്ച ഒരു കൊലപാതകമെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു കഥയുണ്ട് ഇതിന് പിന്നിൽ. സുഹൃത്തുക്കളായി കഴിഞ്ഞ കുറേ ചെറുപ്പക്കാർ, അവർക്കിടയിലേക്ക് ചില അസ്വാരസ്യങ്ങൾ കടന്നു വന്നു. ഒടുവിൽ സുഹൃത്തുക്കളിൽ ഒരാളുടെ കൊലപാതകത്തിൽ വരെ സംഭവം ചെന്ന് അവസാനിക്കുന്നു. കൊലപ്പെടുത്തിയത് കൂടെ നിന്ന് വിശ്വസിച്ച സുഹൃത്തുക്കളും. ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച കൊലപാതകത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി, അതിലേറെ ഉത്തരങ്ങൾ തേടി. കൊച്ചു പയ്യനാണ്. പ്രായം 17 പോലും ആയിട്ടില്ല. കളിച്ചു നടക്കേണ്ടുന്ന പ്രായം. പക്ഷെ അവന് കളിയായിരുന്നില്ല പ്രധാനം. അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളാണ് അവനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കൗമാരക്കാരൻ അമരവിളയിൽ നിന്നും മരിയാപുരത്തേക്ക് എത്തിച്ചേർന്നത്. വരുന്നതിന് മുമ്പ് തന്നെ ചേട്ടന്മാർ കുഞ്ഞനിയന് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു. എടാ, ഇന്ന് രാത്രി ഒരുത്തനെ കൊല്ലാൻ പോവുകയാണ്. അവൻ ജീവിച്ചിരുന്നാൽ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് അവനെ ഇന്ന് രാത്രിയോടെ തീർക്കണം. എല്ലാത്തിനും നീ കൂടെ നിൽക്കണം. ചേട്ടന്മാരുടെ പദ്ധതി കൗമാരക്കാരൻ അനുസരണയോടെ കേട്ടുന്നു. അന്നു രാത്രി നടന്ന കൊലപാതകത്തിന് ആദ്യം മുതൽ ഇവൻ സാക്ഷിയായിരുന്നു. തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ അനിൽകുമാറിന് 1-2 ചവിട്ട് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തത് ചേട്ടന്മാരായിരുന്നു. അതിനാണ് ഈ നാട്ടുകാര് എന്നെ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നത്. പയ്യൻ നെടുവീർപ്പെട്ടു. അനിൽകുമാറിനെ കൊന്ന കേസിലെ പ്രതികളെ മുഴുവൻ പോലീസ് പിടികൂടി. എല്ലാ പ്രതികളും കൊലക്കേസിൽ നേരിട്ട് പങ്കുള്ളവരാണ്. 1-ാം പ്രതി മനു, 2-ാം പ്രതി ബിനു, മറ്റു പ്രതികളായ മനുകുമാർ, സുധീഷ്, സനിത്ത്, അരുൺ, അമരവള സ്വദേശിയായ 17-കാരൻ പയ്യൻ എന്നിവരായിരുന്നു അനിൽകുമാർ എന്ന 46-കാരനെ നിർദ്ദയം കൊന്നുകളഞ്ഞത്. രാത്രിയിൽ നടന്ന കൊലപാതകമായതുകൊണ്ട് സംഭവത്തിന് ആരും ദൃക്സാക്ഷികളും ഇല്ലായിരുന്നു. ആറോളം പേർ ചേർന്ന് മരിയാപുരം ജംഗ്ഷനിൽ വെച്ച് രാത്രി 9:45 മണിയോടുകൂടി വെട്ടിയും കുത്തിയും കമ്പിക്ക് തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൊലപ്പെടുത്തിയതിന് ശേഷം പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാഞ്ഞിരംകുളം മാങ്കൂട്ടം എന്ന സ്ഥലത്തുള്ള ഒരു കോഴി ഫാമിൽ ഒളിച്ച് താമസിക്കുകയും അതിനുശേഷം തുടർന്ന് അവിടെ നിന്ന് പിറ്റേന്ന് നാഗർകോവിലിൽ പോയി മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം കാഞ്ഞിരംകുളത്ത് വീണ്ടും പഴയ സ്ഥലത്ത് ഒത്തുകൂടുകയും തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി, അവിടെ ഉപേക്ഷിച്ച് പോയ തെളിവുകൾ മാറ്റി നശിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതുണ്ടായി. രാത്രി 9 മണി കഴിഞ്ഞു കാണും. അനിലിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. നീ അത്യാവശ്യമായി മരിയാപുരം ജംഗ്ഷനിലേക്ക് വരണം. ഒരു പണിയുടെ കാര്യം പറയാനാ. ഞാൻ കവലയിലുണ്ട്. ഫോൺ കട്ടായി. വിളിച്ചത് അനിൽകുമാറിന്റെ സുഹൃത്താണ്. ആ വിളിയിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടുമില്ല. പണിയുടെ കാര്യമല്ലേ, എങ്ങനെയാ വിട്ടുകളയുക? വീട്ടുകാരോട് പോലും പറയാതെ അയാൾ പോയി. ഫോൺ വിളിച്ചിരുന്നു.
ഫോൺ വിളിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ അപ്പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ച് നമ്പർ ഞാൻ ചോദിച്ചത് ആര് വിളിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ ആ ഫോൺ കയ്യിൽ വാങ്ങിച്ചു, എൻ്റെ ചേട്ടൻ്റെ ആയിരുന്നു. അപ്പോഴേ ഒരു ബിനു എന്ന് പറഞ്ഞ് ഒരു കക്ഷിയാണ് വിളിച്ച് പിന്നെ ഇങ്ങനെ പണിക്ക് വരുമെന്ന് ചോദിച്ചാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു നീ ആരുടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ബിനുവാണ്, അത് പണിക്ക് വിളിക്കുന്നത്. എന്ത് പണി? അപ്പോൾ അവൻ പറഞ്ഞു ഇത് മേസ്തിരി പണിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേസ്തിരി പണിക്ക് അവൻ പോകില്ലല്ലോ, അവൻ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കല്ലേ പോകണം, നീ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ട് ഇന്ന് ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ വീട്ടിൽ പോകാൻ. ഞാൻ മുകളിൽ കൊച്ചിൻ്റെ വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ മുകളിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു സംശയം ഞാൻ തിരിച്ചു വന്നു. അണ്ണനെ വിളിച്ച് നോക്കിയോ വീട്ടിലില്ല. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മര്യാദ എടുത്ത് പോയാണ് പിന്നെ അവൻ ഇങ്ങനെ വിളിച്ചു. അങ്ങനെയാണ് പോയി പിന്നെ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു അണ്ണ പോകണ്ട തിരിച്ച് വരാൻ പറഞ്ഞു. ഇല്ല ഞാൻ പോയിട്ട് ഇതാ വരണമെന്ന് പറഞ്ഞ് പോയി. ഈ ടൗണിലിട്ടാണ് അനിൽകുമാറിനെ സുഹൃത്തുക്കൾ വളഞ്ഞിട്ട് വെട്ടിക്കൊന്നത്. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ എതിരാളിയെ അവർ തീർത്തു കളഞ്ഞു. ഒന്നാം പ്രതി മനു കുറുവടി കൊണ്ട് ഒറ്റയടിയായിരുന്നു അനിലിന്റെ തലക്കിട്ട്. രണ്ടാം പ്രതി ബിനു തലയ്ക്കും കഴുത്തിനും വെട്ടി. നിലത്തു വീണ അനിലിനെ ബാക്കി സംഘങ്ങൾ ചേർന്ന് കണക്കിന് കൊടുത്തു. മൂന്ന് ബൈക്കിൽ 6 പേരായിട്ട് ഈ മരിയാപുരം ജംഗ്ഷനിൽ ആദ്യം മനുവിൻ്റെ വീട്ടിൽ വരെയാണ്. മനുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു കലുങ്കുണ്ട്. കലുങ്കിൻ്റെ അവിടെ വെച്ച് ഇവർ ഗൂഢാലോചന നടത്തിയതിന് ശേഷം നേരെ ഇവർ ഈ മരിയാപുരം ജംഗ്ഷൻ കുരിശടി സമയം നിൽക്കുന്ന അത് അവർ ഈ മാരകമായി വെട്ടണമെന്നും ഇനി നമുക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ രീതിയിലാണ് അവർ തീരുമാനിക്കുക. നേരെ മരിയാപുരം ജംഗ്ഷനിൽ വരികയും അവിടെ ഉണ്ടായിരുന്ന അനിൽകുമാറിനെ ആദ്യം തലയടിക്കുന്നത് മനു ഒന്നാം പ്രതിയാണ്. മനു ഒന്നാം പ്രതി ഒരു വടിയുണ്ട്, അവൻ്റെ ഊന്നുവടി, അതുകൊണ്ട് തലയടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തലയിലൊരു വെട്ട് രണ്ടാം പ്രതിയായി അമരവെള്ളുള്ള ബിനു വെട്ടി, കഴുത്തിലും വെട്ടുകയാണ്. ഈ വാക്കത്തിയാണ്, അതായത് മൊന കൂർത്തയാണ്, അതിട്ട് വെട്ടുകയാണ്. അപ്പം കഴുത്തിലുള്ള ആഴത്തിലുള്ള മറ്റ് മുറിവ് കൊണ്ടാണ് മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിഞ്ഞത്. കൂടാതെ കൂടെ വന്ന സനിത്ത്, സുധീഷും അരുണും, അമരവെള്ള ചെക്ക് പോയിന്റ് സമയത്ത് അരുണും അവരുടെ കയ്യിൽ കമ്പിയും കുറുവടിയൊക്കെ ഉണ്ട്. അവരുകൊണ്ട് അത് മാരകമായിട്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. 9:45 പരിക്ക് പറ്റി കിടന്ന് 20 മിനിറ്റോളം ആശുപത്രി ഉണ്ടാകാതെ അവിടെ കിടക്കുകയാണ്, രക്തം മാർന്ന് കിടന്ന്. 10 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരിട്ടെങ്കിലും കാശുവലിറ്റി ചെന്ന് മരണപ്പെട്ടതായിട്ടാണ് അറിയിച്ചത്. ലക്ഷ്യം നിറവേറ്റിയ സംഘങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ അനിൽകുമാർ മണിക്കൂറുകളോളം ഈ റോഡരികിൽ കിടന്നു. ആരും സഹായത്തിനെത്തിയില്ല. ആദ്യത്തെ ആൾ എത്തിയപ്പോഴേക്കും അനിൽകുമാർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. വർഷങ്ങളായി സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ഒരാളെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥ പ്രതികൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അനിൽകുമാറിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതികൾ അവിടെ കാത്തുനിന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതി അവർ നടപ്പിലാക്കുകയും ചെയ്തു. പിന്നീട് അവശേഷിച്ചത് കുറേ ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനി കാണാം. ഇനി കഥ തുടങ്ങാം. അനിൽകുമാറിനെ ആരാണ് കൊന്നത്? എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തേടി ഞങ്ങൾ അനിൽകുമാറിന്റെ വീട്ടിലെത്തി. വിവിധ പാർട്ടി നേതാക്കന്മാരുടെ സന്ദർശന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത്. ആ നേതാക്കളെ ആരെയും ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. അനിൽകുമാറിന്റെ കൊലപാതകത്തിൽ ഒരു രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിവൈരാഗ്യം മാത്രമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത്. പോലീസ് പറയട്ടെ. ഒന്നുമില്ല. നിലവിൽ പാർട്ടിപരമായിട്ടൊരു കാര്യമില്ല. നമ്മുടെ അന്വേഷണത്തിൽ അതൊന്നും തെളിഞ്ഞിട്ടില്ല. ഇല്ല. അതായിരിക്കാം. പക്ഷെ നിലവിൽ ആ കൊലപാതകം രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും നമ്മുടെ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കൊലപാതകം നടന്നത്.
രാഷ്ട്രീയ കൊലപാതകമല്ല, പിന്നെ എന്താണ് അനിൽകുമാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അനിൽകുമാറിന്റെ കുഴിമാടത്തിൽ നിന്നും കഥ തുടങ്ങാം. അനിൽകുമാറിന്റെ ശവകുടീരത്തിന് അരികിൽ നിൽക്കുന്നത് അച്ഛനാണ്. ദിവാകരൻ ശങ്കരി ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തയാളാണ് അനിൽകുമാർ. അനിലിന് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യമുണ്ടാകുമെന്ന് ആരും കരുതി കാണില്ല. കാരണം ഏതു വെല്ലുവിളികളെയും നേരിടാൻ തക്ക തന്റേടമുള്ളവനായിരുന്നു അനിൽകുമാർ. ഒരു ഒത്തുതീർപ്പിന് പോയതാണ് പ്രശ്നം. ഈ ഒത്തുതീർപ്പിന് പോയത് ഈ മരിച്ച പയ്യൻ്റെ 2 ശേഷകാരും ഒരു മോനും മുറയുള്ള പയ്യന്മാരാണ്, 3 പേര്. അവരും വേറൊരു നാടേഴ്സിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അത് ഒത്തുതീർക്കാൻ പോയ അവർ തങ്ങളിലൊക്കെ ഒരുമിച്ച് നടന്നവർ അവർ തങ്ങളിൽ എന്തോ പെശകുണ്ടായി, വിരോധങ്ങളായി. ആ പിണക്കം തീർക്കാൻ പോയടത്താണ് അവന് വേണ്ടി എന്തോ സംസാരിച്ചത് കൊണ്ടാണ് ഇവനോട് ഇവർക്ക് വിരോധം ഉണ്ടായത്. അങ്ങനെ ഇവരായിരുന്നു അനിൽകുമാറിന്റെ നാട്ടിലെ സുഹൃത്തുക്കൾ. ഒരു കാലത്ത് ഏത് കാര്യത്തിനും അനിലിന്റെ ഒപ്പം ഇവർ ഉണ്ടായിരുന്നു. ചക്കക്കച്ചവടമായിരുന്നു ഇവരുടെ തൊഴിൽ. തൊഴിൽ രംഗത്തും ഇവർ പരസ്പര ധാരണയോടെ പ്രവർത്തിച്ചു. ഏത് കാര്യത്തിലും ഇവർക്ക് മുന്നിൽ അനിൽകുമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കു വച്ച് ആ സൗഹൃദം പൊളിഞ്ഞു. അതിനൊരു കാരണമുണ്ടായിരുന്നു. മരിയാവൂർ താമസിക്കുന്ന മനുവും ഈ ആറയൂർ താമസിക്കുന്ന ബിനുവും തമ്മിൽ സുഹൃത്തുക്കളാണ്. അവർ ഒന്നിച്ച് ചക്ക കച്ചവടം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ തമ്മിൽ വഴക്കൂടെ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി തീർക്കുകയും ചെയ്യുന്നു. ഈ ബിനുവിനെ അനിൽകുമാർ മരിച്ച ഈ കൊല്ലപ്പെട്ട അനിൽകുമാർ ഒരിക്കൽ തല്ലുകയുണ്ടായി. അത് സംബന്ധിച്ചും ഇവിടെ ഒരു പരാതിയുണ്ട്. അത് തമ്മിൽ പിണക്കം വരിക. ഇവർ തമ്മിലൊക്കെ സുഹൃത്തുക്കളെല്ലാം ചക്ക കച്ചവടക്കാർ, അത് വണ്ടി ഓടിക്കുന്ന ആ ബിസിനസ് ചെയ്യുന്നവരായിരുന്നു. അനി ഉൾപ്പെടെ എല്ലാവരും ഈ കേസിൽ ഇപ്പോൾ നിലവിലുള്ള പ്രതികൾ ഉൾപ്പെടെ എല്ലാം ചക്ക കച്ചവടം എല്ലാവരുമാണ്. ചക്ക ബിസിനസ് നടത്തുന്നത്, തമിഴ്നാട് കൊണ്ട് വിൽക്കുന്നത്, വണ്ടിയിൽ ഓടിക്കുന്നത്, ചക്ക വെട്ടുന്നത് അവരാണ്. അവർ തമ്മിൽ എന്തോ തർക്കം ഉണ്ടാവുകയും അങ്ങനെ അനിൽകുമാറും ബിനുവും തമ്മിൽ അടി ഉണ്ടാവുകയും ചെയ്തു. ആ ബിനുവിൻ്റെ സുഹൃത്താണ് ഈ മനു. ഈ കേസിൽ 1-ാം പ്രതി മനുവിൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയാണ്, എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഇതിന് ശേഷം പിന്നെ ഇവർ ഈ കല്യാണം നടന്ന ഒരു വീടുണ്ടായിരുന്നു. വീട്ടിൻ്റെ പരിസരത്ത് വെച്ച് ഇവർ തമ്മിൽ അടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അതും ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് ചെറിയ അടിയാണ്. ഇതെല്ലാം നിസ്സാരമായി ഉന്തും തള്ളിയും കൈകൊണ്ട് അടിക്കുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ മാരകമായി പരിക്കുന്നു. അങ്ങനെ വിലക്കി വിട്ടതാണ്. ബിന്ദുവും മക്കളും ഭയപ്പാടോടെയാണ് പിന്നെ കഴിഞ്ഞുകൂടിയത്. ഭർത്താവ് കൊമ്പ് കോർത്തിരിക്കുന്നത് ബിനുവുമായിട്ടാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് അയാൾ. എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതം. മാത്രമല്ല, അയാളെ സഹായിക്കാൻ ഒരു വൻ സംഘം തന്നെ അയാൾക്കൊപ്പമുണ്ട്. ബിന്ദുവിന് അപായ സൂചന പലപ്പോഴും കിട്ടിയിരുന്നു. അതൊരു താക്കീതായി ഭർത്താവിനോട് പറയുകയും ചെയ്തു. പക്ഷെ അതൊന്നും കേൾക്കുന്ന പ്രകൃതമായിരുന്നില്ല അനിൽകുമാറിൻ്റേത്. അതായിരുന്നു ഈ വീട്ടിലുള്ളവരുടെയും ഭയവും. മലയാള ചേട്ടനെ എനിക്ക് പണ്ട് അറിയാം. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ പണ്ട് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അങ്ങനെയുള്ള പരിചിത്. പിന്നെ ഇവർ തമ്മിലൊരു പ്രശ്നവുമില്ല അച്ഛനുമായിട്ട്. ചുമ്മാ ആവശ്യമില്ലാതെ വേറെ ഒരാൾക്ക് തർക്കത്തിനിടയിൽ പരിഹരിക്കാൻ പോയാണ് ഈ അവസ്ഥയിൽ വന്നത്. ചെറിയ ഒരു വിഷയത്തിലായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു പ്രശ്നം. 1-ാം പ്രതിയായ മനുവിന്റെ സുഹൃത്ത് ബിനുവിനെ അനിൽകുമാർ ഒരിക്കൽ മർദ്ദിച്ചു. ബിനുവും അനിൽകുമാറും തമ്മിലുള്ള പ്രശ്നം പ്രതികളായ മറ്റുള്ളവർ ഏറ്റെടുക്കുകയും അത് അനിൽകുമാറിന്റെ കൊലപാതകത്തിൽ വരെ എത്തിച്ചേരുകയും ചെയ്തു.
അനിൽകുമാറിൻ്റെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. സുഹൃത്തുക്കൾക്കിടയിലുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. അനിൽകുമാറിൻ്റെ മരണത്തിന് പിന്നിലെ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ ഇനി കാണാം. അനിൽകുമാറും പ്രതികളും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. പരസ്പരം കണ്ടാൽ ഇരു കൂട്ടരും കടിച്ചു കീറുന്ന അവസ്ഥ വരെ എത്തി. ഇരു കൂട്ടരും തമ്മിൽ അടി നടന്നു പല പല സ്ഥലങ്ങളിൽ വച്ച്. ആദ്യം അനിൽകുമാറിനെ ഒരു വിവാഹ ചടങ്ങിൽ വച്ച് പ്രതികൾ കൈകാര്യം ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അനിൽകുമാർ പലിശ സഹിതം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ചെറിയൊരു പ്രശ്നത്തിൽ ഇയാൾ ഇടപെടുകയും ഇവിടെ ഒരു ചെറിയ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ പ്രദേശത്ത് രണ്ടുപേര് തമ്മിലുണ്ടായ അടിയിൽ ഇയാൾ ഇൻവോൾവ് ആയി. അങ്ങനെ അവരെ പിടിച്ചു മാറ്റി പ്രശ്നങ്ങളെല്ലാം തീർന്നു പോയപ്പോഴത്തേക്കും പിന്നെ ഇയാൾ അയാൾക്ക് ശത്രുവായി മാറി. അങ്ങനെ ആ വിഷയം ചെറിയ രീതി തുടങ്ങിയ വിഷയമാണ് പിന്നെ വലിയൊരു പ്രശ്നങ്ങളിലോട്ട് വഴിത്തിരിവായത്. അങ്ങനെ ഈ ആൾ പണിക്ക് വേണ്ടി മരിയാപുരം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ പോവുകയും അവിടെ വെച്ച് അവരൊരു സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഞാനാണ് പാറശാല സ്റ്റേഷനിൽ പോയി ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചതും. അങ്ങനെ ഇദ്ദേഹത്തിന് പണിക്ക് പോലും പറ്റാതെ ഡെയിലി ഒപ്പിടാൻ വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ പാറശാല സ്റ്റേഷനിലുണ്ടായി. എന്നാൽ മറുഭാഗത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ലയും താനും. ഇയാളാണ് ഡെയിലി പോകും, ഒപ്പിടും, പണിക്ക് പോകാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഞങ്ങൾ തന്നെ പോയി സംസാരിച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ ഡെയിലി വന്ന് ഒപ്പിടാൻ പറ്റില്ല, അയാൾ പണിക്ക് പോയാൽ ആ കുടുംബം നോക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ രീതിയിൽ എസ് ഐ ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആ ഡെയിലി ഉള്ള ഒപ്പിടാക്കൽ മതിയാക്കിയത്. പരസ്പരം ഭയത്തോടെ കഴിയുന്ന രണ്ട് വിഭാഗങ്ങൾ പരസ്പരം കണ്ടാൽ കൊന്നുകളയുമെന്ന ഭീഷണിയായിരുന്നു പിന്നീട്. ഓരോ ദിവസവും കഴിയുന്തോറും ഭീഷണികളുടെ സ്വരം മാറി മാറി വന്നു. ഒടുവിലും മനുവിന്റെ സംഘം ആ തീരുമാനമെടുത്തു: അനിൽകുമാറിനെ കൊന്നുകളയുക. കൊലപാതകത്തിനുള്ള പദ്ധതികൾ അവർ കൃത്യമായി ആവിഷ്കരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനും എൻ്റെ 2 കൂട്ടുകാരുമായിട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ കിടക്കും. രണ്ട് കൊച്ചു പയ്യന്മാർ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു. ആരും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇവന് കോൾ ചെയ്തപ്പോൾ അതിൽ ഒരു പയ്യ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി അതുപോലെ കിടക്കുന്നു ഒരാൾ എന്നിവർ പറഞ്ഞു. അത് തന്നെ പോയി നോക്കിയപ്പോൾ പിന്നെ ആ 2 പയ്യന്മാരെ കൂടിയാണ് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. മനുവും സംഘവും പദ്ധതി കൃത്യമായി തന്നെ നടപ്പിലാക്കി. അനിൽകുമാറിന്റെ ഭീഷണി സ്വരം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അനിൽകുമാറിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി നടു റോഡിലിട്ട് കൊന്നുകളഞ്ഞു. കൊലപ്പെടുത്തുക തന്നെയായിരുന്നു പ്രതികളുടെ ഉദ്ദേശവും. കൊന്ന രീതിയും മറ്റും പോലീസിനോട് കൃത്യമായി തന്നെ പ്രതികൾ ഏറ്റുപറഞ്ഞു. കൊല്ലാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ അവർക്ക് പറയുന്നത് വെച്ചാൽ ഇവർ ചെയ്തില്ലെങ്കിൽ അവരടിക്ക് തിരിച്ചടിക്കുമെന്നുള്ളൊരു പേടിയിലാണ് അവർ തിരിച്ച് ചെയ്തത്. തിരിച്ച് അനിൽകുമാർ അടിക്കാനുള്ള ഇതുണ്ട്. അതുമാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ അനിൽകുമാർ കയ്യിലിരുന്ന് ടോർച്ചുണ്ട്, ബ്രൈറ്റ് ലൈനിൻ്റെ ടോർച്ച് എടുത്ത് ഈ മനുവിൻ്റെ ചെവിട്ടത്തടിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴെയായിട്ടൊരു മുറിവും പറ്റിയിട്ടുണ്ട്, അത് രക്തവും വന്നിട്ടുണ്ട്. അപ്പം അവർക്കൊരു പേടിയാണ്, ഒറ്റയ്ക്ക് ഇരുന്നാലും അടിക്കാമെന്നുള്ള സാഹചര്യത്തിൽ ആയിരിക്കാം. അനിൽകുമാർ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ആ പാർട്ടിക്കു വേണ്ടി അയാൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു. എങ്കിലും ആരൊക്കെയോ ഈ കൊലപാതകത്തെ ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. കണ്ണുള്ളവർ കാണട്ടെ ഈ കൊലപാതകത്തിന്റെ
യഥാർത്ഥ സത്യങ്ങൾ. അനിൽകുമാറിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കിയത് ഒരു കുടുംബത്തെയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അയാൾ. പക്ഷേ ഈ കേസിലെ പ്രതികളെല്ലാം അവിവാഹിതരാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവർക്ക് തങ്ങളുടെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ലായിരിക്കും. കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതേ എന്ന സന്ദേശത്തോടുകൂടി ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറം തേടി മറ്റൊരു നാട്ടിൽ.